ഇന്ന് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ പഴംപൊരി കാണിച്ചു തരേണ്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ എല്ലാ പൊടികളും ഈ കിണ്ണത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടി, അരിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, കുറച്ച് സോഡാപ്പൊടി, പിന്നെ ആ മഞ്ഞ കളറും ഉണ്ട്. ഇങ്ങനെ ഞാൻ ഈ കിണ്ണത്തിലിട്ടിട്ടാണ് എനിക്കിത് കുഴയ്ക്കാനായിട്ട് എളുപ്പം. മുക്കിയിടാനും സുഖം. കുണ്ടുള്ള പാത്രമൊക്കെ ആകുമ്പോൾ എനിക്കത് ശരിയാവണില്ല. പിന്നെ അത് കുഴച്ചിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുകയൊന്നുമില്ല കേട്ടോ. കൈയോടെ തന്നെ ഉണ്ടാക്കും. ഇത് കുഴച്ച് പിന്നെ പഴം നുറുക്കണ ആ ഒരു സമയം മാത്രം അത് ഇരിക്കുള്ളൂ. അത്ര നേരം ഞാൻ അത് ഇരിക്കാനായിട്ട് കൊടുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പലവട്ടം അങ്ങനെ കുറച്ച് നേരം അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇത് ഉണ്ടാക്കുമ്പോൾ എണ്ണ നന്നായി കുടിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൈയോടെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കണില്ല. അതല്ലെങ്കിൽ നന്നായി എണ്ണ കുടിക്കുന്നുണ്ട് പഴംപൊരിയിൽ. അപ്പോൾ കണ്ട ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തു. പിന്നെ ഞാൻ ഓയിലൊഴിച്ച് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയി പഴം മുറിക്കട്ടെ. ഈ പഴം മുഴുവനൊന്നും എടുക്കില്ല കേട്ടോ. ഇതിൽ നല്ല ഗുണ്ടപ്പന്മാരെ നോക്കിയിട്ടൊരു 2-3 അത്രയും മതി. അപ്പം അങ്ങനെ നോക്കി തിരഞ്ഞ് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. ചെറിയ പഴംപൊരിയാട്ടോ ഉണ്ടാക്കുന്നത്, നീളത്തിലല്ല. ഈ പഴത്തിനെ ഞാൻ 2 എന്നിട്ട് ചെറുത് അതിൽ നിന്നൊരു 4 കിട്ടും ഒരു പീസിൽ നിന്ന്. കനം കുറച്ചിട്ടാണ് ഞാൻ എടുക്കുക. ചിലത് കനം കൂടുമ്പോഴേ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. ചില കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല കനത്തിൽ കിട്ടും. അതിൽ പഴം കനമൊന്നും ഉണ്ടാവില്ല, മാവന്നെയായിരിക്കും. ഞാനിവിടെ പഴവും കനം കുറയ്ക്കും, പിന്നെ മാവും കുറച്ച് കനം കുറയ്ക്കും. അങ്ങനെ ഉണ്ടാക്കണതാണ് ഇവിടെയുള്ളവർക്ക് ഇഷ്ടം. അപ്പോൾ ആ രീതിക്ക് കണ്ട ഞാൻ ഇത്രയും കനം കുറയ്ക്കും. അത് താട്ടി കാണിച്ച് തരണണ്ട എൻ്റെ മനസ്സ്. പിന്നെ പഴം ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോഴേ തൊലി കളയാണ്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും. കംപ്ലീറ്റ് തൊലി കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ വഴുക്കി കറക്റ്റായിട്ട് വരില്ല. ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് തൊലി മാറ്റി കളയുക. അപ്പോൾ അത് ഒരേ കനത്തിൽ കിട്ടും. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ മുറിച്ചെടുക്കട്ടെ. ഇത് മുറിച്ച് വരുമ്പോഴേക്കും അവിടെ എണ്ണ ചൂടായി ഉണ്ടാവും. അങ്ങോട്ട് മുക്കിയിടേ വേണ്ടു. പിന്നെ ഞാനിവിടെ മുറിക്കണതിൻ്റെ ഇടയിൽ എന്നെ ഒരാൾ ഇവിടെ വന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. കുട്ടപ്പൻ കുറേ നേരമായി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് കാല് മുഴിഞ്ഞൊഴിഞ്ഞ് പോണ്. ഞാൻ വീഡിയോ ഓൺ ചെയ്ത കാരണം എനിക്ക് അവനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും പിണങ്ങിയിട്ടാന്ന് തോന്നുന്നു. കുറച്ച് നേരം എൻ്റെ അടുത്ത് നീങ്ങി നിന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് കുരുത്തക്കേട് ചെയ്തതാണ്. ആ കബോർഡ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ. അടുക്കളയിൽ നിന്ന് ഞാൻ നേരെ വർക്ക് ഏരിയയിലേക്ക് വന്നു. ഇവിടെയായിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കണത്. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിലിരുന്നിട്ട് എന്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അതും ഇരുന്ന് ഇങ്ങനെ നോക്കും. അത് ഈ പൂച്ചയാണെങ്കിലും ഇനി വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, ഒരു ബ്രൗൺ. അവനാണെങ്കിലും അങ്ങനെ ഇനി ചെയ്യുക. ഇതിങ്ങനെ നമ്മൾ ഇളക്കണതും തിളച്ച വെളിച്ചെണ്ണയ്ക്ക് ഇടുക അല്ലെങ്കിൽ പൊരിക്കുക എന്താണെങ്കിലും അവർക്കത് കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. ഓയിൽ നല്ല വെട്ടി തിളച്ചിട്ടാട്ടൊക്കെ എടുക്കണ്ടായിരുന്നത്. കുറച്ച് നേരം അതിൻ്റെ ഞാൻ ഗ്യാസുമ്മ വെച്ച് പോയിട്ട് അത് കട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ എണ്ണ ഗ്യാസിൽ ഓണായിട്ട് തന്നെയൊക്കെ എടുക്കണ്ടായിരുന്നത്. പിന്നെ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീ കൂട്ടി വെച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും എണ്ണ കുടിക്കില്ല. തീ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുന്ന സമയത്തും കോരി എടുക്കുന്ന സമയത്തും തീ നന്നായി കൂട്ടി ഇരിക്കണം. അപ്പോൾ അത് എണ്ണ കുടിക്കില്ല എന്നാണ് പറയുക. അത് കോരി എടുക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെയോ ഞാൻ തപ്പിപ്പിടിച്ച് ന്യൂസ് പേപ്പർ കൊണ്ട് വന്ന് ആ കൊട്ടയിൽ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ട്രിപ്പ് അങ്ങനെ എൻ്റെ ആയത്. അതിൻ്റെ ഇടയിൽ മറ്റേ പൂച്ചയും വന്നുകൊണ്ട് ബ്രൗൺ പൂച്ചയും വന്നിട്ടുണ്ട്. അവിടെ കുട്ടപ്പൻ്റെ കൂടെ നടക്കുന്നുണ്ട്. കുട്ടപ്പൻ അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ അവന് നല്ല ഇഷ്ടമാണ് അങ്ങട്, പക്ഷെ കുട്ടപ്പന് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ എൻ്റെ പഴംപൊരി ഉണ്ടാക്കൽ കംപ്ലീറ്റ് ഇവിടെ അവസാനിച്ചു. ഇവനിവിടെ നിന്ന് രാവിലെ പോയതാട്ടാ. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയുണ്ട്. ഇപ്പോഴാണ് കയറി വരണത്. ചേച്ചി വല്ലതും തരണേന്ന് പറഞ്ഞിട്ടാണ് ഓടി വന്നത്. അപ്പം ഞാൻ ഈ പഴംപൊരി പരിപാടിയിലായ കാരണം ഞാൻ അപ്പം ഒന്നും കൊടുത്തില്ല. അപ്പോൾ അവിടെ അഭിനയിക്കുക, ബോധം കെട്ട് ഉറങ്ങണോന്നാണ് ഈ അഭിനയം.
ഒരു സെക്കൻഡ് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അപ്പം ചാടി എണീക്കും. ഇപ്പം കാണിച്ചു തരാം കേട്ടാ. ഒരു കണ്ണ് തുറന്നാൽ എന്നെ നോക്കണുണ്ട്. അത് കണ്ട ഈ നിലയ്ക്ക് അഭിനയം. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം മുകളിൽ പൂച്ചകളെയും കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. കൊതുകടി വല്ലാണ്ടാകുമ്പോൾ വേഗം ഇറങ്ങും കേട്ടോ. കുറച്ച് നേരം കൊതുകടിയും പിന്നെ തത്തമ്മ പോണതും അങ്ങനെയൊക്കെ നോക്കിയിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.